दामोदराष्टकं श्लोकं 4 वरं देवमोक्षं न मोक्षवतीं वा न जन्यं वृणेऽहं वरिषादपीह इदं देव पूर्णदगोपालपालम् सदा मे മനസ്സവിരസ്താം കി അന്യേ. ഇപ്പം ഇവിടെ അടുത്തത് എന്താ പറയുന്നത് വെച്ചാൽ വരം എന്ന് വെച്ചാൽ വരങ്ങൾ. പിന്നെ എന്താ പറയുന്നത്, വരം ദേവ മോക്ഷം ന, അതായത് ഭഗവാനെ ദേവ, മോക്ഷം എന്ന് വെച്ചാൽ മോക്ഷം, മോചനം. ന അല്ല മോക്ഷാവധി എന്ന് വെച്ചാൽ മോചനത്തിൻ്റെ ഏറ്റവും ഉയർന്ന ആ ഒരു കൊടുമുടി, അതായത് വൈകുണ്ഠ ലോകത്തിൻ്റെ ആ ഒരു മണ്ഡലം, അങ്ങനെയാണ് പറയുന്നത്. പിന്നെ വാ എന്ന് വെച്ചാൽ അല്ല, വാ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ, ന എന്ന് വെച്ചാൽ അല്ല, ചന്യം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, വൃണേഹം എന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്താ പറയുക, വര ഈഷാദ്, അതായത് എന്തെങ്കിലും വരം നൽകാൻ കഴിയുന്നതിൽ നിന്ന്. എന്നിട്ട് അഭി എന്ന് വെച്ചാൽ കൂടാതെ, ഇഹ അതായത് ഇവിടെ വൃന്ദാവനത്തിൽ, ഇതം ഇത്, തേ നിൻ്റെ, വപു ദിവ്യ ശരീരം. പിന്നെ നാഥ എന്ന് പറഞ്ഞാൽ ഭഗവാനെ പറയാണ്. പിന്നെ ഗോപാലബാലം, അതായത് ആ ഒരു ഗോപാലൻ, ആ ഒരു ഗോപാല ബാലകനായിട്ട് വന്നിരിക്കുന്ന ഭഗവാനെയാണ് പറയുന്നത്. സദാ എന്ന് വെച്ചാൽ എപ്പോഴും, മേ മനസ്സെ അതായത് എൻ്റെ ഹൃദയത്തിൽ, പിന്നെ ആവിരഷ്ടം അതായത് അത് പ്രകടമാകട്ടെ, കിം അന്യൈ മറ്റു വസ്തുക്കളുടെ, അതായത് മോക്ഷം മുതലായവയുടെ എന്താണ് പ്രയോജനം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, അതായത് ഭഗവാനോട് ചോദിക്കുകയാണ്, മറ്റെല്ലാ വരങ്ങളും അനുഗ്രഹങ്ങളൊക്കെ നൽകാനായിട്ട് അങ്ങേക്ക് കഴിവുണ്ടെങ്കിലും മോചനത്തിനോ അല്ലെങ്കിൽ വൈകുണ്ഠത്തിലെ ആ ഒരു നിത്യജീവിതത്തിനോ അല്ലെങ്കിൽ മറ്റെന്തോ അനുഗ്രഹത്തിനോ ഒന്നും വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണ് പ്രാർത്ഥന? എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് അങ്ങയുടെ ആ ഒരു ബാല്യകാല വിനോദങ്ങൾ എൻ്റെ മനസ്സിൽ നിരന്തരം അങ്ങനെ ആ ഒരു പ്രത്യക്ഷമായിട്ട് ആ ബാല്യകാല ലീലകൾ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവണം എന്നാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ ഭഗവാനോട് പിന്നെയും പറയാൻ, അങ്ങയുടെ ആ ഒരു പരമാത്മാവിൻ്റെ ആ ഒരു സവിശേഷത എന്താണെന്ന് അറിയാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങയുടെ ആ ഒരു ബാല്യകാല വിനോദങ്ങൾ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം 4-ാമത്തെയും 5-ാമത്തെയും ശ്ലോകത്തിൽ ഇവിടെ തൻ്റെ ആ ഒരു ഉള്ളിലെ ആഗ്രഹങ്ങളെ വിവരിക്കുകയാണ് ഇവിടെ. അതായത് വരങ്ങൾ തുടങ്ങിയ. അപ്പോൾ വൃന്ദാവനത്തിൽ ആ ഒരു ലീലകൾ എപ്പോഴും ആ ഒരു അനുഗ്രഹങ്ങൾ നൽകാൻ കഴിയുന്നത്, അതായത് സത്യവ്രത മുനി ഇവിടെ മോക്ഷം അല്ല ആഗ്രഹിക്കുന്നത്. അപ്പോൾ വൈകുണ്ഠത്തിൽ ആ ഒരു നിത്യമോചനവും അതാണ് മോക്ഷമാദ്യം എന്ന് വേണ്ട. അങ്ങനെ ഏറ്റവും വലിയ അങ്ങനത്തെ ആ ഒരു മോചനവും മോക്ഷവും അങ്ങനത്തെ ഒരു സ്ഥാനം ഒന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ശ്രവണം കീർത്തനം നമുക്കറിയാം, നവവിധ ഭക്തിയുടെ സേവനം. അപ്പോൾ ആ ഒരു പ്രക്രിയകളും അതുപോലെ അവർ നൽകുന്ന മറ്റു നേട്ടങ്ങളും അങ്ങനെ മറ്റു അനുഗ്രഹങ്ങളും, നജന്യം, അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. മറ്റുള്ളവർ ഇപ്പം എന്താഗ്രഹിക്കുകയാണെങ്കിലും ഭഗവാൻ അതിൽ നൽകാൻ സാധിക്കും. കാരണം ഭഗവാൻ എന്ത് വേണമെങ്കിലും നമുക്ക് നൽകാൻ സാധിക്കും. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് അവയിലൊന്നും ആകർഷണം ഉണ്ടാവില്ല. അതായത് ഭഗവാൻ നമുക്ക് എന്ത് വേണമെങ്കിലും ഭഗവാന് നൽകാൻ കഴിയും എങ്കിലും ഭഗവാന് ഒരിക്കലും അതിനോടൊരു അറ്റാച്ച്മെൻറ്റോ ഒന്നുമില്ല, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 3 അനുഗ്രഹങ്ങൾ, അതായത് മോക്ഷം പോലെ മോക്ഷാവധിയും, അതായത് വൈകുണ്ഠത്തിൽ അങ്ങനെ നമുക്ക് നിത്യമായിട്ട് ജീവിക്കാൻ പറ്റും. പിന്നെ അന്യം, അതായത് മറ്റെന്തെങ്കിലും വരങ്ങൾ, അങ്ങനെയാണ് പറയുന്നത് 3. അപ്പോൾ വൈകുണ്ഠത്തിൽ ആ ഒരു നിത്യമായ ജീവിതം എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തതയില്ലാത്ത ആ ഒരു മോക്ഷത്തെക്കാളും മികച്ചതാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ഭക്തിയുത സേവനത്തിൻ്റെ 9 പ്രക്രിയകൾ പോലുള്ള മറ്റു വരങ്ങളുടെ സ്ഥാനവും ഭാഗവതത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭഗവാനോട് പറയുകയാണ്, അല്ലയോ ഭഗവാനെ, ഞങ്ങളുടെ ഹൃദയങ്ങളും നമുക്ക്
ശ്രീമദ് ഭാഗവതത്തിൽ മൂന്നാമത്തെ കാൻഡോയിൽ നോക്കിയാൽ കാണാം ഭഗവാനോട് പറയുന്നത്. അതായത് ഒരു ശ്ലോകമുണ്ട്, കാമം ഭവഃ വ്യജിന നിരയേഷു നസ്താത് ചേതോലിവത് യദിനു തേ പാദയോ രമതേ വജശ്ച നസ് തുളസീവത് യതി തേഘിശോപോ പുര്യേത തേക്കുണ ഗണൽ യതി ഖനരന്ധ്ര. അതായത് ഭഗവാനോട് പറയാണ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ എപ്പോഴും അങ്ങയുടെ ആ ഒരു പാദസേവനത്തിൽ മാത്രം മുഴുകിയിരിക്കണം. അതുപോലെ വാക്കുകൾ അങ്ങയുടെ ആ ഒരു പ്രവൃത്തികളെക്കുറിച്ച് പറയുമ്പോൾ, ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ അത് മനോഹരമാക്കപ്പെടുന്നത് പോലെ. പിന്നെന്താ പറയുന്നത്, തുളസി ഇലകൾ, അതായത് അങ്ങയുടെ പാദങ്ങളിൽ അർപ്പിക്കുമ്പോഴാണ് ആ തുളസി ഇലകൾ മനോഹരമാകുന്നത്. അതുപോലെ പിന്നെ എന്താ പറയുന്നത്, അങ്ങയുടെ ആ ഒരു അതീന്ദ്രിയ ഗുണങ്ങളുടെ ജപത്താൽ ഞങ്ങളുടെ കാതുകളും എപ്പോഴും നിറഞ്ഞിരിക്കുന്നിടത്തോളം കാലം ഏതൊരു നരകാവസ്ഥയിലും ഞങ്ങളെ ജനിക്കാൻ അനുവദിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ 4 കുമാരന്മാർ പറയുന്നതാണിത്. അപ്പോൾ ആ ഒരു 9 ഭക്തിയുത സേവനങ്ങൾ നരകത്തിൽ പോലും എത്തിയാലും നമുക്ക് പൂർണ്ണമാക്കാൻ കഴിയും. അതായത് അങ്ങനെയാണ്. അപ്പോൾ നമുക്കറിയാം നവവിധ ഭക്തിയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു നിത്യവാസസ്ഥലമായ വൈകുണ്ഠത്തിൽ എത്തിയാൽ പോലും ആ ഒരു ഭക്തിയോഗത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതിൽ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഇങ്ങനെയുള്ളൊരു ആഗ്രഹമൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് ആകെയുള്ള ആഗ്രഹം എന്താണ്, ഭഗവാന്റെ ആ ഒരു ബാല്യലീലകൾ കാണുന്നുണ്ട്. അതായത് ഇത് തേവപുർനാഥ ഗോപാലബാലം സദാമേ മനസ്സ വിരഷ്ടം കിയന്യ. അതായത് എപ്പോഴും ആ ഭഗവാന്റെ ആ ഒരു ബാല്യലീലകളിലുള്ള ആ ഒരു രൂപം, ഗോപാലബാലകൻ്റെ ആ ഒരു രൂപം തൻ്റെ മനസ്സിലുണ്ടാവട്ടെ എന്നാണ് പറയുന്നത്. ഭഗവാൻ ഹൃദയത്തിൽ പരമാത്മാവായതുകൊണ്ട് നമുക്ക് ശരിക്കും ഭഗവാന്റെ ആ ഒരു സൗന്ദര്യം നമ്മുടെ ഉള്ളിലും എല്ലാവരുടെ ഉള്ളിലും ഭഗവാനുണ്ട്. അപ്പം എല്ലാവർക്കും കാണാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ പറയുന്നത് എല്ലാത്തരം അനുഗ്രഹങ്ങളും ഒരു മൂല്യമില്ല, അതെനിക്കും അന്യേ. എല്ലാത്തരം അനുഗ്രഹങ്ങൾ എന്ത് വേണമെങ്കിലും ഭഗവാന് നൽകാൻ കഴിയും. പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് വേണ്ട എന്നാണ് പറയുന്നത്. കാരണം ഭഗവാന്റെ ആ ഒരു എല്ലാ അസ്തിത്വത്തിൻ്റെയും അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും സാരാംശം, അതായത് നമുക്കറിയാം ഭഗവാന്റെ രൂപം എന്ന് വെച്ചാൽ സച്ചിദാനന്ദ രൂപമാണ്. അപ്പോൾ ആ ഒരു ഇതിലൂടെ എല്ലാ പൂർണ്ണതയും ഭഗവാന് നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഒരാൾ ഭഗവാനെ നേടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തോന്നുകയാണ് ഭഗവാൻ ഇങ്ങനെ നമുക്ക് അനുഗ്രഹം, ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാന്റെ ആ ഒരു ഓരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. കാരണം അതാണ് ഇവിടെ പറയുന്നത്, എല്ലാ അനുഗ്രഹവും ഇവിടെ ആ ഒരു സത്യവ്രത മുനിയുടെ മാനസികാവസ്ഥ എന്ന് വെച്ചാൽ ഭഗവാന് നമുക്ക് എന്ത് വേണമെങ്കിലും നൽകാൻ കഴിയും. അതുപോലെ നിത്യമായ മോചനം നൽകാൻ കഴിയും. എന്ത് നൽകിയിട്ടും അതിന് ഒന്നും അദ്ദേഹം എല്ലാം ഉപയോഗശൂന്യമാണ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഗോപാലബാലകനായ ഭഗവാന്റെ ആ ഒരു ലീലകളിലെ ആ ഒരു രൂപം കൊണ്ട് മാത്രമാണ് ഒരാൾക്ക് സംതൃപ്തി നേടാൻ കഴിയൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു ബാല്യലീല, ആ ഒരു കുഞ്ഞ് ബാല്യലീലയിലെ ആ ഒരു ഗോപാലബാലകനായിട്ടുള്ള ആ രൂപത്തിന് മാത്രമാണ് എന്തുണ്ടായാലും നമ്മൾക്ക് ആ ഒരു പൂർണ്ണത കൊണ്ടുവരാൻ കഴിയൂ എന്നാണ് ഇവിടെ മുനിയുടെ ആ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് വേറെ എന്ത് കിട്ടിയാലും ആവശ്യമില്ല, ഇത് മാത്രമാണ് എപ്പോഴും ആ ഒരു രൂപം ഹൃദയത്തിൽ എപ്പോഴും ആലോചിച്ചിരുന്നാൽ മതി എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അടുത്ത 5ാമത്തെ ശ്ലോകത്തിലും ഇതിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് പോകുന്നത്. 5ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ഇദം തേ മുഖാംബോജമത്യന്തനീലൈർ വൃതം കുണ്ഡലൈ സ്നിഗ്ധരക്തൈഷകൂപ്യ മുഹുശുംഭിതം ബിംബരക്താദരം മേ മനസാ വിരാസ്താമലം ലക്ഷ്യലാഭൈ. ഇവിടെ ഇപ്പോൾ ഇതം എന്ന് വെച്ചാൽ എന്താ, ഇത് തേ, അതായത് ഭഗവാന്റെ ആ ഒരു ഭഗവാന്റെ എന്ന് പറയണം മുഖാം പോച്ചും, അതായത്
ആ താമര പോലുള്ള ഭഗവാന്റെ ആ ഒരു മുഖം, അവ്യക്ത നീല, അതായത് ആ കടും നീല നിറത്തിലുള്ളത്. അതുപോലെ വൃത്തം, ചുറ്റും കുന്തളൈ, ആ ചുരുണ്ട മുടിയാണ്. സ്നിഗ്ധ എന്ന് വെച്ചാൽ അതുപോലെ മൃദുലവും തിളക്കവുമാണ്ട്. രക്തായി ചുവപ്പ്. ച എന്ന് വെച്ചാൽ കൂടാതെ. കോപ്പിയാന്ന് വെച്ചാൽ ഗോപി, അതായത് യശോദാമേനെ പറയുന്നതാണ്. പിന്നെ മുഹുൽ വീണ്ടും വീണ്ടും. ചുംബിതം എന്ന് വെച്ചാൽ ചുംബനം. ബിംബരക്താധരം, അതായത് ആ ഒരു ഭഗവാന്റെ ആ ഒരു ചുണ്ട് ആ ബിംബഫലം പോലെ ചുവന്ന ചുണ്ടാണെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ പറയുന്നുണ്ട്, പിന്നെ മനസ്സിൽ ഹൃദയത്തിൽ അവിരിഷ്ടം, അതായത് ആ ഹൃദയത്തിൽ പ്രകടമാകണം എന്നാണ് പറയുന്നത്. ആലയം ഉപയോഗശൂന്യം, അതായത് അതിൻ്റെ ആവശ്യമില്ല. ലക്ഷ്യലാഭേ മറ്റ് വരങ്ങളുടെ ദശലക്ഷക്കണക്കിന് നേട്ടങ്ങളൊന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ ആ ഒരു ചുരുണ്ട ആ ഒരു മുടി, ചുരുണ്ട മുടിയുടെ ആ ഒരു ഇത് ചുറ്റപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖം, താമര പോലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കറുത്ത ആ ഒരു മുഖം, ആ മുഖത്തിൽ കവിളിൽ യശോദാമ്മയുടെ ചുംബനം കാരണം ബിംബഫലം പോലെ ചുവന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്താണ്, എങ്ങനെയാണ് ഭഗവാൻ വിവരിക്കാൻ കഴിയുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ദശലക്ഷക്കണക്കിന് ഐശ്വര്യങ്ങളോ എന്ത് കിട്ടിയാലും എനിക്ക് അതുകൊണ്ടൊന്നും പ്രയോജനമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഈ ദർശനം മാത്രമാണ് എനിക്ക് വേണ്ടത്. ഈ ദർശനം എപ്പോഴും എൻ്റെ മനസ്സിൽ നിരന്തരം നിലനിൽക്കട്ടെ എന്നാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ ഭഗവാന്റെ ആ ഒരു സംസർഗത്തിന്, ഭഗവാനെ നേടാനുള്ള ആ ഒരു ഭഗവാനെ സംസർഗത്തിനായിട്ടുള്ള ആ ഒരു വാഞ്ചന, അതാണ് ഭഗവാനെ നേടാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമ്മളോട് പറയുന്നത്. കാരണം ഭഗവാന്റെ ആ ഒരു ആകർഷകമായിട്ടുള്ള മനോഹരമായിട്ടുള്ള താമരമുഖവും കാണാൻ, അതായത് നിതം തേ മുഖാംബോജം, ഭഗവാന്റെ മുഖം എന്ന് വെച്ചാൽ അത്രയും സുന്ദരമാണ്. അതുപോലെ തന്നെ ആ ഒരു മുഖം ആ ഒരു താമരപ്പൂവിനോട് സാമ്യമുള്ളതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പരമാനന്ദത്തിൻ്റെ ആ ഒരു നിധിയുടെ ശേഖരം തന്നെയാണ് ഭഗവാന്റെ മുഖം. അപ്പോൾ അത് കാണുന്നതിലൂടെ നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും ദുഃഖങ്ങളും എല്ലാം പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ എല്ലാം അങ്ങനെയാണ്. കൃഷ്ണ എന്ന വാക്കിനുള്ള അർത്ഥം തന്നെ അതാണ്, സർവാകർഷണം. ഭഗവാൻ എല്ലാവരെയും ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ആകർഷിക്കും. മുഖം മാത്രമല്ല, എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ആ ഒരു താമരമുഖം, ആ ഒരു മുഖം ഒരിക്കൽ മാത്രമാണ്, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നിരന്തരം എപ്പോഴും നമ്മുടെ ആ ഒരു മനസ്സിൽ പ്രകടമാവട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പം അതല്ലാണ്ട് വേറെ ഒന്നും വേണ്ട. ആ ഒരു മുഖം എപ്പോഴും ആ ഭഗവാന്റെ ആ ചുരുണ്ട മുടി കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കും. അതുപോലെ കടും നീല നിറമാണ്, ചുവപ്പ് കലർന്ന നിറത്തിൽ ഇങ്ങനെ തിളങ്ങാണ്. അതുപോലെ ഒരു താമരപ്പൂവ് ചുറ്റിത്തിരിയുന്ന, നമുക്കറിയാം താമരപ്പൂവിൽ ഇങ്ങനെ തേനീച്ചകൾ ചുറ്റിത്തിരിയുന്നത് പോലെ ഭഗവാനെ ചുറ്റിപ്പറ്റിയുള്ള ആ ഒരു ചുരുണ്ട മുടികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങാണ്. അമ്മ യശോദ ആ ഒരു മുഖത്ത് ഇങ്ങനെ ഭഗവാന്റെ മുഖത്ത് ഇങ്ങനെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുഹുൽ, അതായത് വീണ്ടും വീണ്ടും. അപ്പോൾ ഭഗവാൻ ആ ഒരു പരമഭാഗ്യവതിയായ ഗോപിക എന്നാണ്, ഗോപ്യ. അപ്പോൾ യശോദാമ്മയുടെ ആ ഒരു ഭാഗ്യമാണ് പറയുന്നത്. അപ്പോൾ യശോദാമ്മയ്ക്ക് മാത്രമാണ് ഭഗവാന്റെ ആ ലീലകൾ ഇത്രയും ആസ്വദിക്കാൻ കഴിഞ്ഞത്. യശോദാമ്മയ്ക്കും അതുപോലെ വൃന്ദാവനത്തിലെ നിവാസികൾക്കുമാണ് ഭഗവാന്റെ എല്ലാ ബാലലീലകളും ഇങ്ങനെ ആസ്വദിച്ച് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു മുഖം ബിംബഫലം പോലെ കടുത്ത ചുവപ്പ് നിറത്തിലുള്ള ചുണ്ടുകൾ, ആ ഒരു ചുണ്ടുകളെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു രൂപം, ഭഗവാന്റെ ആ ഒരു രൂപം അത്രയും ആകർഷകവും അതുപോലെ തൃപ്തികരവും ആണ് എന്നാണ് പറയുന്നത്. ആ ഒരു രൂപം കണ്ടാൽ വേറെ ഒന്നും വേണ്ട. ദശലക്ഷക്കണക്കിന് എന്ത് നേട്ടങ്ങളും അതുപോലെ എന്ത് ഭാഗ്യവും എന്ത് കിട്ടിയാലും കാര്യമില്ല. അതെല്ലാം
ഉപയോഗശൂന്യമാണ്, ഇതിനൊന്നും ഒരു മൂല്യവും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു രൂപവും അതുപോലെ ആ ഒരു രൂപത്തിൻ്റെ പ്രത്യേകതയും ഒക്കെ ഇങ്ങനെ വർണ്ണിച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഭഗവാന്റെ ആ ഒരു രൂപം കാണാൻ കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും വേണ്ട എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ആ ഒരു രൂപം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും നമുക്ക് സ്മരിച്ചു കൊണ്ടിരിക്കാനായിട്ട് സാധിക്കണം എന്നാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. കാരണം വേറെ നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും അതെല്ലാം കുറച്ച് നാൾ കഴിഞ്ഞാൽ നമുക്കത് നഷ്ടപ്പെടും, വേറെ സാധനങ്ങളുണ്ടാവും. അപ്പോൾ ഒന്നും ശാശ്വതമായിട്ടുള്ളതല്ല, എല്ലാം ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. ഈ ഭൗതിക ലോകത്ത് ഒന്നും ശാശ്വതമായിട്ടില്ല, ഭഗവാനുമായിട്ടുള്ള ആ ഒരു ബന്ധം മാത്രമാണ് ശാശ്വതമായിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ ഭൗതികതയിൽ എപ്പോഴും നിൽക്കേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. ഹരേ കൃഷ്ണ.